എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ചർച്ച തീർന്നിട്ടില്ല. ഇപ്പം അങ്ങോട്ട് ഉച്ചയ്ക്ക് മുമ്പ് അവിടെ വിളിക്കും. 2 മണിക്കാണ് ഗവർണറുടെ അടുത്ത് ലിസ്റ്റ്. അല്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നോട്. മന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ഇന്നലെ. ബാക്കി കാര്യങ്ങൾ ടൈം വ്യവസ്ഥ പറഞ്ഞു. എനിക്ക് സ്വീകാര്യമല്ലാതെ ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ ഇന്ന് വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞു. വേറെ ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചിട്ടില്ല. ഒരു മറുപടി പറയട്ടെ. അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അന്നേരം ആലോചിച്ചു തീരുമാനിക്കും. ഇപ്പം എങ്ങനെ പറയുന്നത്? അത് മന്ത്രിയാകുന്നതിനെക്കുറിച്ച് തീരുമാനമാകുന്നത് പിന്നെയാണ് വകുപ്പിൻ്റെ കാര്യം. അതിപ്പോൾ പറയാം, നമ്മളിവിടെ പറയേണ്ട കാര്യമല്ലല്ലോ. പറയേണ്ട ആളുകളോടല്ലേ പറയേണ്ടത്. ഇവിടെ ഏതായാലും ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് തീരുമാനമാകുള്ളൂ. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് 5 വർഷം പാലായിൽ വീണ്ടും വന്നാൽ യുഡിഎഫിന്റെ ഭാഗമായി നേതാക്കൾക്ക് 5 വർഷം മന്ത്രിസ്ഥാനം നൽകാവുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. വി.ഡി. സതീശൻ തന്നെ വന്ന് പ്രസംഗിച്ചല്ലേ പാലായിൽ. വാണിജ്യക്കാപ്പൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയിലായിരിക്കില്ല, കൊടിവെച്ച വണ്ടിയിലായിരിക്കും തിരിച്ചു വരുന്നതെന്ന്. അങ്ങനെ വി.ഡി. സതീശൻ പ്രസംഗിച്ചു. അതുപോലെ രമേശ് ചെന്നിത്തല പുള്ളി കൺവെൻഷൻ വന്നപ്പം അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഇത് പാലായ്ക്കൊരു വലിയ സമ്മാനം കിട്ടാനിരിക്കുന്നു. നമ്മുടെ അവർ രണ്ടാളും ഇത് പറഞ്ഞതാണ്. അതറിഞ്ഞിട്ടല്ലേ പറയാനൊക്കെയുള്ളൂ. അവരിപ്പോൾ പറയാം 2.5 വർഷമേ തരുന്നുള്ളൂ, ഇത് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ടൈമേ പറ്റുള്ളൂ. അന്നേരമല്ലേ മറുപടി പറയണ്ടേ. അത് പുറത്ത് നിങ്ങൾക്ക് കിട്ടുന്നതല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് ടീം UDF എന്നല്ലേ പറഞ്ഞത്. ആ ടീമിൽ എല്ലാവരും ഇല്ലേ? ഞാൻ ഒരു ഇൻ്റർനാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 6 പേര് കളിക്കുന്ന ടീമിൽ ഒരാളെ മാറ്റി എടുത്തിട്ട് കളിക്കാൻ പറ്റുമോ? 6 പേരുള്ള ടീമിൽ 6 പേരുണ്ട്. ചിലർ നല്ല കളി, ഏറ്റവും ടോപ്പ് കളിക്കാരാണ്. ജിമ്മി ജോർജ് കളിച്ച ടീമിൽ കളിച്ചിട്ടുള്ള ആളാണ്. ജിമ്മി ജോർജിൻ്റെ സ്റ്റാൻഡേർഡ് എനിക്കില്ല കളിയിൽ. എന്ന് വെച്ചാൽ എന്നെ ടീമിലോട്ട് പുറത്തോട്ട് ഇരുത്തിയിട്ടാണ് കളിക്കുന്നത്, അല്ല ഒന്നിച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അത് വരട്ടെ, വരുമ്പം ആലോചിച്ചോളൂ.